മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടൽ നിർത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്ന സമയത്തും തന്ത്രിയടക്കം അത് സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടും മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടലും മഞ്ഞൾപ്പൊടി വിതറലുമൊക്കെ തകൃതിയായി നടക്കുകയാണ്. രാഹുൽ ജി നാഥ് സന്നിധാനത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹൈക്കോടതിയിൽ നിന്ന് പ്രധാനപ്പെട്ട ഉത്തരവ് പുറത്തു വരികയാണ്. അതായത് മാളികപ്പുറത്ത് ഇനി മുതൽ തേങ്ങ ഉരുട്ടരുത്, ഇത്തരത്തിൽ വസ്ത്രം ഈ ശ്രീകോവിലിന് മുകളിലേക്ക്, ശ്രീകോവിലിൻ്റെ ഈ കമാനത്തിന് മുകളിലേക്ക് എറിയരുത്, മഞ്ഞൾ ഇവിടെ ഇടരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഉത്തരവ് ആയി വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാം തേങ്ങ ഉരുട്ടുന്ന ഒരു രീതി. ഇവിടെ ഭക്തന്മാരെല്ലാം തേങ്ങ ഉരുട്ടി ഈ ശ്രീകോവിലിന് ചുറ്റും തേങ്ങ ഉരുട്ടുന്ന രീതിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉരുട്ടുന്ന തേങ്ങകൾ പലതും പിന്നീട് അവർ ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ തിരക്കുള്ള സ്ഥലമാണ് മാളികപ്പുറത്തിൻ്റെ ഈ ശ്രീകോവിലിന് മുന്നിൽ. അവിടെ ആളുകൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആളുകൾ തേങ്ങ ഉരുട്ടുന്നത്. അത് അപകടത്തിന് പലപ്പോഴും കാരണമാകുന്നുണ്ട്. ഈ ഉരുട്ടിയ തേങ്ങകൾ പിന്നെ തിരിച്ചു കൊണ്ടുപോയി കൃത്യമായി നിക്ഷേപിക്കുന്ന ഒരു രീതി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് ആചാരത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആളുകൾ ഇത് ചെയ്യുന്നത്. മാളികപ്പുറത്ത് കിടക്കുന്ന പലതും ആചാരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഈ നാളികേര ഉരുട്ടൽ ഒരു ആചാരമേ അല്ല, ഒരു വഴിപാടേ അല്ല. വെറ്റില വർദ്ധിക്കുന്നു, പിന്നെ മഞ്ഞൾപ്പൊടി ആ ക്ഷേത്രത്തിന് ചുറ്റും വിതറുന്നു, മാളികപ്പുറം ദേവീ ക്ഷേത്രത്തിന് ചുറ്റും മണിമണ്ഡപത്തിൽ ഭസ്മം വിതറുന്നു. ഇതൊന്നും ആചാരപരമായിട്ടുള്ളതൊന്നുമല്ല, ഒരു വഴിപാടുമല്ല. வழிமுறைகள் அது அப்படியே நடக்குது. அது சாமிக்கு வந்து ஆமாம், ஐஸ்வர்யம் நல்லபடியாக நல்லா ஃபேமிலி நல்லா இருக்கணும். அது காய் உருட்டி சாமிக்கு കൊടുപ്പാங்க. അത് എന്താണെന്ന് വെച്ചാൽ നാഗത്തിൻ്റെതായിട്ടുള്ളത് നമുക്കൊരു വിശ്വാസമുണ്ട്, അതിൻ്റെതായിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. സർപ്പങ്ങൾക്ക് മഞ്ഞളാണല്ലോ പ്രധാനം, മഞ്ഞപ്പൊടിയാണല്ലോ സർപ്പത്തിന് പ്രധാനം. വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങളായി ചെയ്യുന്നത് കൊണ്ട് ഇത് തുടരുന്നവരുണ്ട്, അതിന് അവരുടേതായ കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഇത് ഞങ്ങളും ചെയ്യുന്നു, ഇത് ഈ പറഞ്ഞ ആചാരത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്തായാലും ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ മാളികപ്പുറത്ത് തുടരുന്നെങ്കിൽ അത് ഉറപ്പായും നിർത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. വേണൂരൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.